നമസ്കാരം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമാക്കാൻ ഒറ്റമൂലിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒറ്റ മാത്രം ചെയ്താലൊന്നും ചില മനസ്സുകളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. രാവിലെ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ പ്രകാരം ഉള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കലൊക്കെ ആകാം. അതുകൂടാതെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആവണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കണം. അതാണ് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടു. കൃഷി താല്പര്യമുള്ള രാവിലെ കുറച്ച് നേരം ചെടികൾ നടുക, അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, കുറച്ച് കളകളൊക്കെ പറിച്ച് വൃത്തിയാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ ഭഗവാനെന്നോ ഓം നമ ശിവായ ഓം നമ ശിവായ എന്നോ മനസ്സിൽ പറഞ്ഞുകൊണ്ട്, മനസ്സിൽ ഒച്ചത്തിലൊന്നും പറയേണ്ട, ചെയ്തുകൊണ്ട് അവർ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇന്ന് മറ്റൊരു മെത്തേഡാണ് പറയുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയായിരിക്കും സഹായിക്കുക. ഇന്നൊന്നുമില്ല, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചിരിക്കുക. വേണമെങ്കിൽ കണ്ണടച്ചിട്ട് ചിരിച്ചാലും മതി. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ചിരിമായും, ഒരു സംശയമില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് പോയി എന്നാണ്. മനസ്സ് വേറെ എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിൽ ചിരിമായില്ല. അപ്പോൾ ചിരിയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് കൺട്രോൾ ചെയ്ത് വരുവാണെന്നാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു 15 മിനിറ്റ് 30 മിനിറ്റ് ആണെങ്കിൽ നല്ല ചിരിച്ചിരിക്കുക. ഇനി അത് വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ദോശ ചുടുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലുള്ള പണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ആൾ വട്ടാണെന്നേ ആയിരിക്കും, പക്ഷേ ആരും അധികം കാണിക്കേണ്ട, നമ്മൾ അധികാരോട് പറയണ്ട. അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ചിരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് നോക്കുക. കുറച്ച് പണിയുണ്ട്, വേറെ എവിടെയെങ്കിലും ശ്രദ്ധ പോകരുത് കേട്ടോ. ചിരിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ തുടർച്ചയായി ചിരിക്കല്ല, ഒറ്റത്തരം ചിരി. നമ്മൾ വെളിയിലെല്ലാം പോയി ഇങ്ങനെ ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ചിരിക്കുന്നതാണ് നല്ലത്. മറ്റ് ആൾക്കാരൊക്കെ ഇടയിൽ ചിരിക്കുമ്പോൾ ഇവനെന്തോ വട്ടാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചിരിക്കേണ്ട. പരമാവധി ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് എല്ലാ പണിയും ചെയ്യുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം ഈ ചിരി മായുന്നുണ്ടോ എന്ന്. അപ്പോൾ ചിരി മായുന്നുണ്ടെങ്കിൽ തിരിച്ച് അതിലേക്ക് തന്നെ, ചിരിയിലേക്ക് തന്നെ വരിക. അപ്പോൾ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചിരി മായും, പക്ഷേ വീണ്ടും തിരിച്ച് കൊണ്ടുവരും. എപ്പോഴാണ് ചിരി മായുന്നത് ഓർമ്മിക്കുക, എനിക്ക് ചിരിക്കണമെന്ന് ഓർമ്മിക്കുക. അങ്ങനെ ചിരിച്ച് നമ്മൾക്ക് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.